ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കുട്ടികൾക്ക് പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ വീട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ഇതുപോലത്തെ ബൗണ്ടി ബാർസ് വളരെ ഇഷ്ടമായിരിക്കും. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാം കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ചോക്ലേറ്റ് കോക്കനട്ട് ബാർസ്, അതല്ലാന്നുണ്ടെങ്കിൽ ബൗണ്ടി ബാർസ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബൗണ്ടീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ആവശ്യമുള്ളത് കോക്കനട്ട് പൗഡറാണ്. അപ്പോൾ ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് കോക്കനട്ട് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മിൽക്ക് മെയ്ഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഇത് 250 ml കപ്പിൽ 1 കപ്പോളുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടും ഈ ഒരു മിൽക്ക് മെയ്ഡ് ആയി കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി ചെയ്യേണ്ടത് നമുക്കിതൊന്ന് ഷേപ്പിലാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വീട്ടിൽ നമുക്ക് കഴിക്കാനോ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കാണാൻ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു ബൗണ്ടി ബാർസിൻ്റെ അതേ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ചൊരു സ്ക്വയർ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ കോക്കനറ്റും ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് സെറ്റ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് ആക്കി വെക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നല്ല ടൈറ്റിൽ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 10 മിനിറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വെച്ചുകൊടുക്കുക. ഇതൊന്ന് സെറ്റായി കിട്ടുമ്പോഴത്തേനും നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു പീസ് മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള നമുക്ക് മാറ്റി വെക്കാം. ഇതിൽ ഏകദേശം ഒരു 300 ഗ്രാമിൻ്റെ അത്ര ഉണ്ട്. ഇനി നമുക്കിതുപോലെ ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ആ വെള്ളം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ചോക്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. സ്ലോ ആയിട്ട് ഇത് മെൽട്ടായി കിട്ടുള്ളൂ. ഏകദേശം ഒന്ന് മെൽട്ടായി തുടങ്ങിയെന്ന് തോന്നുമ്പോൾ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് നല്ല പോലെ മെൽട്ടായി നല്ലോണം ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ ഇതുപോലെ ലൂസായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചില്ലേ ആ ഒരു ബൗണ്ടീസിൻ്റെ കോക്കനട്ട് കേക്ക്സ് എടുത്തിട്ട് ഈ ഒരു ചോക്ലേറ്റിൽ നല്ല പോലെ തന്നെ ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. 2 സൈഡും ആകുന്ന പോലെ വേണം നമ്മൾ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈ വെച്ച് ഡിപ്പ് ചെയ്യാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗത്തും കവറായി കിട്ടൂല. ഇതുപോലത്തെ ഒരു ഫോക്കോ ഒരു സ്പൂണോ വെച്ചിട്ട് ഈ രീതിയിൽ എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് ആകുന്ന പോലെ തന്നെ നല്ലോണം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചോക്ലേറ്റാണിത്. അപ്പോൾ ഇനി നമുക്കിത് ഇതേ രീതിക്ക് ഈ ഒരു സ്പൂണിലെടുത്തിട്ട് ഒരു പ്ലേറ്റിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഓരോന്നും ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു തണുപ്പ് ക്ലൈമറ്റിന് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സമയം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. കാരണം അത്രയും തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണിത്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നല്ല ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ്. അതുപോലെ തന്നെ കേടുവരാതെ നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി ഇതേപോലെ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.